ഹലോ അഗെയിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഷോർ. അപ്പോൾ നമ്മൾ ഹനീനിക്ക് ശേഷം നമ്മളൊരു തവാങ് ട്രിപ്പ് എടുത്തിരുന്നു. തവാങ് ട്രിപ്പിൻ്റെ വീഡിയോസ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, സമയം കിട്ടില്ല, കുറച്ച് ലാഗായിപ്പോയി. അപ്പോൾ അത് മൺസൂൺ ടൈമിലാണ് പോയത്. ഇപ്പോൾ തവാങ്ങിൽ മഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം ഞാൻ ആ വീഡിയോ ഇടുന്ന മോശമായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇനി ആരെങ്കിലും മൺസൂൺ ടൈമിലേക്ക് തവാങ്ങൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തവാങ്ങിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ലോങ് ജേർണിയിലാണ്. ഇതൊരു വലിയ ജേർണിയാണ് കേട്ടോ. നമ്മളൊരു 3 സ്റ്റേറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജേർണി അരുണാചലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മൾ ആസാം ബോർഡർ ക്രോസ് ചെയ്യും. സോ പിന്നെ അങ്ങോട്ട് ഇന്ന് ഫുൾ ഡേ നമ്മൾ ആസാമിലായിരിക്കും. ആൻഡ് ഇന്ന് ഈവനിങ്ങോടെ നമ്മൾ ഗുവാഹട്ടിയിലെത്തും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ലോവർ ദിബാങ് വാലി എന്ന് പറയുന്ന സ്ഥലത്തിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 700+ കിലോമീറ്റേഴ്സ് ഉണ്ട് ഗുവാഹട്ടിക്ക്. ഒരു 10-11 മണിക്കൂർ നീണ്ട യാത്രയാണിന്ന് ആസാമിൽ കൂടി. അപ്പോൾ ആസാമിലെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്നിട്ട് ആസാമിൽ ഗുവാഹട്ടിയിൽ പോയി സ്റ്റേ ചെയ്യും. നാളെ അവിടുന്ന് നമ്മൾ മേഘാലയയ്ക്ക് പോകും. ആൻഡ് ഒരു 3-4 ദിവസം ഫുൾ മേഘാലയ കവർ ചെയ്യും. എന്നിട്ട് നമ്മൾ തിരിച്ച് ഖാസിറംഗയിൽ വരും. ആസാമിൽ ഖാസിറംഗയും കൂടെ കണ്ടിട്ട് പിന്നെ നമ്മൾ അരുണാചൽ എക്സ്പ്ലോർ ചെയ്യാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യും. നമ്മളിപ്പോൾ ലൈഫിൽ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ഇങ്ങനെ കണ്ടിന്യൂസ് ഡേയ്സിൽ ട്രാവൽ ചെയ്യുന്നത് റോഡ് ട്രിപ്പായിട്ട് സെൽഫ് ഡ്രൈവ് ചെയ്ത് അത് തന്നെ. അദ്ദേഹമാണ് ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സെൽഫ് ഡ്രൈവ് ചെയ്ത് 10-12 ദിവസം നമ്മൾ കവർ ചെയ്യുന്ന ഫസ്റ്റ് ലോങ് ട്രിപ്പാണിത്. അപ്പോൾ വെൽക്കം ടു അവർ ആസാം അരുണാചൽ മേഘാലയ വ്ലോഗ്. നമ്മളിതാ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാ. അരുണാചൽ ആസാം സ്റ്റേറ്റ് ബോർഡർ ഇവിടെ ക്രോസ് ചെയ്യാൻ പോവാണ്. ശാന്തിപൂർ ഗേറ്റിലെത്തി. നമ്മൾ സ്റ്റേറ്റ് ബോർഡറും കടന്ന് ഒരു 60 കിലോമീറ്റർ ഡ്രൈവിൽ നമ്മൾ ധോളാസാത്തിയ ബ്രിഡ്ജിലെത്തി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റിവർ ബ്രിഡ്ജാണ് ഇത്. 9.16 കിലോമീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം. ധോളാസാത്തിയ ബ്രിഡ്ജ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഭൂമൻ ഹസാരിക സേതു എന്നുള്ള പേര് നിങ്ങൾ കേൾക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയും ഒരു പേര് ഈ പാലത്തിനുണ്ട്. ലോഹിത് നദിയാണ് താഴെക്കൂടെ ഒഴുകുന്നത്. അപ്പോൾ മിലിറ്ററി പർപ്പസിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും അടിപൊളി ഒരു പാലം ഇവിടെ പണിതിരിക്കുന്നത്. ആസാമിന്റെ മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഈ ജേർണിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ്. അവർ വൈകിട്ട് ഒരു 11 മണിയാകുമ്പോഴത്തേക്കിനും ഗുവാഹട്ടിയിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളും ഗുവാഹട്ടിയിലെത്തും. അവരെ പിക്ക് ചെയ്യണം. അപ്പം അങ്ങനെ നാളെ തൊട്ട് നമ്മളെ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. രാവിലെ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മൾ തീൻസുഖിയ ബൈപ്പാസിൽ കയറി, മാക്കും ബൈപ്പാസ്. ഈ വഴിയിലാണ് കേട്ടോ ഡിഗ്ബോയിലേക്കൊക്കെ പോകുന്നത്. ഡിഗ്ബോയി, തീൻസുഖിയ എല്ലാം പോകുന്നത് ഈ റോഡാണ്. ഡിഗ്ബോയി അറിയാലോ, ഇന്ത്യയിൽ ഓയിൽ കുഴിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ് ഡിഗ്ബോയി. ക്രൂഡ് ഓയിൽ. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വഴി ചീത്ത ഇങ്ങനെ കിടക്കുന്നത്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഫുള്ള് വഴി നല്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല. നമ്മൾ യൂഷ്വലി മുട്ടയൊക്കെയാണ് രാവിലെ കഴിക്കാറ്. അപ്പോൾ മുട്ട ബോയിൽ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതും ഒരു കട്ടൻ കാപ്പിയും കൂടെ കുടിച്ചിട്ട് നമുക്ക് ജേർണി കണ്ടിന്യൂ ചെയ്യാം. ഏകദേശം നമ്മളൊരു 100-110 കിലോമീറ്ററോളം പോകുന്നല്ലേ. നമ്മൾ NH-15 കയറി. നമ്മളൊരു ബൈപ്പാസിൽ കൂടെ പോയിക്കൊണ്ടിരുന്നില്ലേ, അവിടെ നിന്ന് NH-15 കയറി. ഇനി നമ്മൾ NH-15 കൂടെ തന്നെ പോകണം. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തതാണ്. നമുക്ക് മുട്ട പൊട്ടിക്കാം. മുട്ട കഴിക്കാൻ വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്തത്. ആയുവിനെയാണ് കാണിക്കേണ്ടത്. ആയു ഇവിടെ ബാക്കി പിണങ്ങിയിരിക്കുന്നു. എവിടെ? അപ്പോൾ ആയുവിൻ്റെ ഇപ്പോഴത്തെ പിണക്കത്തിനുള്ള റീസൺ ആയുവിൻ്റെ പാട്ട് വെച്ച് കൊടുത്തില്ല എന്നുള്ളതാണ് കേട്ടോ. ആയുവിന് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട്. അപ്പോൾ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കണം. എത്ര കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്താലും ആ പാട്ടേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. അവസാനം നമുക്കിങ്ങനെ കേട്ട് ഭ്രാന്ത് വരും. ആയുവിൻ്റെ പാട്ട് വെച്ചില്ല, അതുകൊണ്ടാണ്. ആയുവിൻ്റെ പാട്ട് വെക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ പിള്ളേരായിട്ട് ട്രാവൽ ചെയ്യുന്ന കാര്യമൊക്കെ എല്ലാവരും ചോദിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ല കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ. ഇതുപോലുള്ള ഒരുപാട് പിണക്കങ്ങളുണ്ടാവും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പ്രോബ്ലംസ് വരും. നമുക്ക് എന്തായാലും നല്ല ക്ഷമ വേണം ഇവരായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ അങ്ങ് ട്രാവൽ ചെയ്യുക, കുറേ കഴിയുമ്പോൾ അവരങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. അത്രേ ഉള്ളൂ. നമ്മൾ നല്ല ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമല്ലേ. അപ്പോൾ നമുക്കൊരു കോഫി കുടിച്ചിട്ട് ഇനി മുന്നോട്ട് പോവാം. അപ്പം കോഫി മാത്രമല്ല കേട്ടോ, സ്വീറ്റ്സും ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു. കയറി നോക്കട്ടെ.
PB's ഭോജനാലയം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഉണ്ട് മോഹൻബാരി എയർപോർട്ടിന് അടുത്ത്. ഇതാണ് നമ്മുടെ NH. നമ്മുടെ PBയുടെ റെസ്റ്റോറൻറ്റും ബേക്കറിയൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ നമ്മുടെ വാഷ്റൂം അത്ര രസമില്ലായിരുന്നു. റെസ്റ്റോറൻറ്റ് ഒരു വൃത്തി വെച്ച് നോക്കുമ്പോൾ വാഷ്റൂം പോരായിരുന്നു. ആസാമിൽ നല്ല വാഷ്റൂം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്തായാലും വാഷ്റൂമിൽ യൂസ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ, ട്രാവൽ ചെയ്യുമ്പോൾ ഈ വക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്തോരം ആർമി വണ്ടികളുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു 3-4 ആർമി ട്രക്ക് കിട്ടുന്നുണ്ട്. ഓരോ അരമണിക്കൂറിലും ഒരു 5 ആർമി ട്രക്ക് എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരുപാട് മിലിറ്ററി സ്റ്റേഷൻസ്, ബേസുകൾ ഒരുപാടെണ്ണം ഉണ്ട് ഇവിടെ. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 240 കിലോമീറ്ററോളം നമുക്ക് വളരെ നല്ല റോഡാണ് കിട്ടിയത്. ഫുൾ ബൈപ്പാസും ഡബിൾ ലൈനും അതുപോലെ 6 ലൈൻ റോഡ്സ് ഒക്കെയാണ് കിട്ടിയത്. ഏകദേശം ആസാമിലെ ശിവസാഗർ എന്ന് പറഞ്ഞ ടൗൺ വരെ. പക്ഷെ അതിനുശേഷം അങ്ങോട്ട് റോഡ് മോശമാവാൻ തുടങ്ങി കേട്ടോ. ഫുൾ റോഡ് പണിയായിരുന്നു, എല്ലാം ഡബിൾ ലൈൻ റോഡ്സ് ആക്കാണ്. അപ്പം അതിൻ്റെ റോഡ് പണിയും കാര്യങ്ങളും ഒക്കെ കാരണം നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുവരെ വന്ന ഒരു ഫ്ലോ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ടൊരു 10-60 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റോഡ് വീണ്ടും നല്ലാവാൻ തുടങ്ങി. വീണ്ടും 6 ലൈനായി. 6 ലൈനിന്റെ ഒരു സൈഡാണ് പണിതിട്ടുള്ളത്. അപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. വരുന്ന വഴിക്ക് ഒരു ടൗൺ പോലും ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ബൈപ്പാസ് അല്ലേ, ഇപ്പൊ നമ്മൾ എല്ലാ ടൗണിന്റെ ഔട്ട്സ്കേർട്സിൽ കൂടെ പോന്നോണ്ടിരുന്നേ. കൺട്രി സൈഡ്. വണ്ടിയൊക്കെ പോരുന്നതിന് മുമ്പ് കഴുകി എടുത്തോണ്ട് വന്ന ഒരാവശ്യവും ഇല്ലായിരുന്നു. ഫുൾ പൊടിയായി. അതെ, ആ വണ്ടിയൊക്കെ പൊടി, വഴിയില് പൊടിയെല്ലാം അടിച്ചിട്ടേ വണ്ടിയൊക്കെ കണ്ടാ മതി. ഇത് കൊള്ളാല്ലേ, ആസാമിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വണ്ടി. ആപ്പയിലൊക്കെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് വെക്കുമോ അല്ലേ? കൊള്ളാം. ആദ്യമായിട്ടാ പക്ഷെ ഞാൻ കാണുന്ന ആസാമിൽ. നമ്മൾ ജോർഹട്ട് ടൗണും ടച്ച് ചെയ്യുന്നില്ല. ജോർഹട്ടിന്റെ ഔട്ട്സ്കേർട്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോർഹട്ട് ആസാമിന്റെ ടീ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. എല്ലായിടത്തും ആസാമിൽ എല്ലാ സ്ഥലത്തും തേയിലത്തോട്ടങ്ങളുണ്ട്, പക്ഷെ എന്നാലും വൺ ഓഫ് ദ മെയിൻ പ്രൊഡ്യൂസറാണ് ജോർഹട്ട്, തേസ്പൂരൊക്കെ. അപ്പോൾ ടീ ക്യാപിറ്റൽ ഓഫ് ആസാം എന്നറിയപ്പെടുന്നത് ജോർഹട്ടാണ്. കോൾ വരുന്നു. ഇതേ ഇവിടെ ഇരുന്ന് കപ്പ് നൂഡിൽസ് കഴിക്കുന്നു. വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും. യെസ്, അങ്ങനെ ഫൈനലി നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടി. വെയിറ്റിംഗ് ഫോർ ഫുഡ്. അഞ്ജുവിൻ്റെ അടുത്ത് വരൂല. ഇപ്രാവശ്യത്തെ പിണക്ക് എന്തിനാ? ആയോ കഴിച്ചു നോക്കട്ടെ. വിശക്കുന്നു ഭയങ്കരമായിട്ട്. ഓക്കെയാണ്. നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ വയലുകൾ അല്ലേ, നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ പെയിന്റിങ്ങിലൊക്കെ കാണുന്ന പോലെ വയല്. അതെ, ഫെൻസൊക്കെ മറ്റേ മുള കൊണ്ടുണ്ടാക്കിയ ഫെൻസും ആസാമിലെ വീടുകളും. ഒരു കാര്യം അത്രയും കാര്യമായിട്ട് കാണുന്നില്ല, മറ്റേ ആസാമീസ് സാരി ഉടുത്ത ചേച്ചിമാരെ അല്ലേ, അല്ലെങ്കിൽ ആസാമീസ് സാരി ഉടുത്ത ചേച്ചിമാർ. അതുപോലെ ദേ ഈ പോണത് ടോട്ടോ അല്ല, എന്തിനാ പറയുന്നത്, ടോട്ടോ തന്നെയല്ലേ, ആ ടുക് സോറി, ടുക്കുകൾ ഇവിടെ എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ ടുക്ക്. ഫുൾ തേയിലത്തോട്ടം. ഇവിടെ ഫാക്ടറിയാ, ടീ ഫാക്ടറി. ഫോറസ്റ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്തത് ഡ്രൈവ് വിത്ത് കെയർ. നമ്മൾ കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഏരിയയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ട്രിപ്പിൽ നമുക്ക് കാസിരംഗ നാഷണൽ പാർക്ക് നമ്മൾ വരുന്നുണ്ട്. മേഘാലയം തിരിച്ചു വരുമ്പോൾ സൂര്യൻ ഇങ്ങനെ നേരെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഫുൾ ക്ലിയർ ആണ്. ആസാമിലെ ടൈപ്പ് കടകളൊക്കെ, വീടും ഒക്കെ ആസാം ടൈപ്പ് കേട്ടോ. ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാ. അതെ, അതൊക്കെ മണ്ണാ ഭിത്തി, ആ വീടുകളുടെയൊക്കെ.
ബാമ്പു വെച്ചിട്ട് അതിന്റെ മേളിൽ മണ്ണിടും. ബാമ്പു സ്കെൽട്ടൺ. Kaziranga National Park corridor. They slow down animal corridor. സ്പീഡ് നോക്കുന്നുണ്ട്. ഡിയർ സ്പീഡ് ഈസ് 28. നമ്മുടെ സ്പീഡാണോ മോണിറ്റർ ചെയ്യുന്നത്? ഇപ്പൊ സ്പീഡ് മോണിറ്റർ ചെയ്യുന്ന പറഞ്ഞാൽ വെറുതെ അല്ല, അതേ സ്പീഡ് മോണിറ്റർ ചെയ്യുന്ന സാധനം കറക്റ്റാ. നമ്മുടെ 28-30 ആയിരുന്നു അല്ലേ, ഇപ്പൊ 34. നമ്മൾ ഗുവാഹട്ടിയിലല്ല, നമ്മൾ കാസിറങ്കയിലാണ്. ബട്ട് നമ്മള് ഇപ്പതാ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു. അപ്പൊ നമുക്ക് അവിടെ കയറി ഒന്ന് റൂംസിന്റെ റേറ്റ് ഒക്കെ നമുക്ക് ചോദിക്കാം. ഇവിടെ ദ റെസ്റ്റിക്കൻ. അപ്പോൾ നമ്മൾ മേഘാലയ പോയിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ കാസിരംഗ നാഷണൽ പാർക്കിൽ കയറാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ പോകുന്ന വഴിക്ക് തന്നെ റോഡ് സൈഡിൽ ഒരു നല്ല ഹോട്ടൽ കണ്ടു, റെസ്റ്റിക്കൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊന്ന് കയറി കണ്ട് റൂംസ് കൊള്ളാമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്താൽ. അപ്പോൾ നമുക്ക് അകത്ത് പോയി റൂംസ് ഒന്ന് കാണാം. 24 मोस्ट प्रॉब्ली 24 में ही है इधर में. 24 में. रूम इज गुड. वॉशरूम ऑल्सो. और नेशनल पार्क जाने के लिए हम लोग कुछ पहले कुछ तैयार करना है. जिप्सी मिल जाएगा. आपको बोलने से मिल जाएगा क्या? मिल जाएगा. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മേഘാലയം തിരിച്ചു വരുമ്പോൾ നമ്മൾ കാസിരംഗ നാഷണൽ പാർക്ക് കൂടെ കയറാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ റൂം ഒന്നും ബുക്കിംഗ് ഒന്നും നോക്കിയിട്ടേ ഇല്ലായിരുന്നു. തിരിച്ച് മേഘാലയയിലൊക്കെ എത്തുമ്പോൾ റൂം ഇവിടെ ഓൺലൈൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് കാണുന്നത്, ഇത് കണ്ടപ്പോഴേ പുതിയതാണെന്ന് തോന്നി, നല്ല വൃത്തിയുണ്ടെന്ന് തോന്നി പുറത്തുനിന്ന് കണ്ടപ്പോഴേ. അപ്പോൾ എന്തായാലും കയറി ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ റൂമൊക്കെ കണ്ടപ്പം നല്ല അടിപൊളി റൂംസാണ്, വാഷ്റൂമും ക്ലീനാണ്, പുതിയ ബിൽഡിംഗ് ആണ്. ദീപാവലിയുടെ ടൈമിൽ ഓപ്പൺ ആയതേ ഉള്ളൂ. അപ്പോൾ അധികം യൂസ്ഡും അല്ല, നല്ല ക്ലീനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ റൂം എടുക്കാം എന്ന് വിചാരിച്ചു. 3500 ആണ് അവർ പെർ റൂമിന് പറഞ്ഞപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ട് പോവാം. എന്തായാലും ക്ലിയർ ആയിട്ട് ഓണർ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. കാസിരംഗയുടെ റൈഡിൻ്റെ കാര്യവും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ജിപ്സി റൈഡ് ആണെങ്കിലും എലിഫൻറ്റ് റൈഡ് ആണെങ്കിലും എല്ലാം ബുക്ക് ചെയ്തൊക്കെ തരും. ജിപ്സി റൈഡ് ആണെങ്കിൽ ഇവിടെ വന്ന് അവർ പിക്ക് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്കിത് നല്ല കൺവീനിയൻ്റ് ആണ്. പക്ഷേ ഡൈനിങ് ഫെസിലിറ്റി ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു ഫുഡിൻ്റെ. ബാക്കി എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും റൂം ബുക്ക് ചെയ്ത് അഡ്വാൻസ് കൊടുത്തിട്ട് പോവാം. 40 വീട്ടിലാണെങ്കിൽ 5000 രൂപയാണോ പിഴ? ദേ വീണ്ടും എഗെയിൻ ഇവിടെയും ദേ നമ്മുടെ സ്പീഡ് നോക്കുന്ന സാധനം ഇതാണ്ട് വരുന്നു. കാസിരംഗയുടെ എലിഫന്റ് സഫാരിക്കുള്ള ആനകളാ, കുട്ടി ആനകളെ അല്ലേ, കുഞ്ഞു കുഞ്ഞു ആനകളാടോ, പിടിയാനയല്ല. അതെ ഇവിടെയുണ്ട്. ഇവിടെ ചായ ഇല്ല, ചായ ഇല്ല. പറഞ്ഞോ ചായക്ക്. ഇതാടോ ആസാമിന്റെ ദിസ് വൺ, ആസാമിന്റെ പീട്ട. पीठा ना പറയുന്നത്. क्या बोलता है पीठा? हाँ पीठा. हाँ है. यही कतली पिठा है. कतली मतलब? कतली में बनाता है कतली पिठा. यही खुरमा है. കുറുമ എന്ന് വെച്ചാൽ എന്താന്ന് എനിക്ക് അറിയത്തില്ല. കുറുമ मतलब शुगर सिरप में नहीं. मैदा से बनाता है. ये मैदा से. ओ ये सूजी से. ओ चावल से. चावल पीस के बनाता है ना. पीस के बनाता है. थैंक यू. നമുക്ക് ഇത് കഴിച്ചു നോക്കാം, ചാവലിന്റെ പിഠ. ഇവിടുന്ന് നമ്മൾ ആസാമിന്റെ നാഗോൺ ഡിസ്ട്രിക്റ്റിലേക്ക് ഓൾറെഡി കയറി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നാഗോൺ ഡിസ്ട്രിക്റ്റിലാണ്. നാഗോൺ എന്നല്ലേ പറയുന്നത്? നഗോൺ ഡിസ്ട്രിക്റ്റ്. ഇതാ അവിടെ ബോർഡുണ്ട്, വെൽക്കം നഗോൺ ഡിവിഷൻ. നൗഗാവ്, പുതിയ ഗാവ് അല്ലേ, അതിനെയാണ് നഗോൺ ഡിസ്ട്രിക്റ്റ്. ഞാൻ കണ്ടു അതിനെ, ക്യൂട്ടാണ്, സോ ക്യൂട്ടാണ് അതിൻ്റെ. നമുക്കിത് കഴിച്ചു നോക്കാം. പീഠ നമ്മുടെ അരി പുട്ടിന് പൊടിക്കുന്ന പോലെ പൊടിച്ചിട്ട്
അതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് വെള്ളം ചേർത്തിട്ട് ദേ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കി പരത്തി വെച്ച് ഉണ്ടാക്കിയിരുന്ന സാധനം. സെയിം പുട്ടിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പുട്ടിന് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പുട്ട് മധുരം ചേർത്ത് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണോ ആ ടേസ്റ്റ്. ആനക്ക് ബിസ്ക്കറ്റോ? അതിന് വായില്ല. അതിന് യെസ്. ആയു ഏത് പാട്ടാ പാടുന്നത് വെച്ചാ? എന്റെ ആയിക്കോട്ടാ, സൂപ്പർ. അങ്ങനെ നമ്മൾ നീണ്ട 431 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇങ്ങെത്തി, നാഗൂൺ ഡിസ്ട്രിക്റ്റിലെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ കൂടെ ഉണ്ട്? 200+ സ്പീഡല്ലേ. ഇവിടെ എല്ലാം വഴിയിലെല്ലാം മറ്റേ കാസിരംഗയുടെ ഏരിയ നമ്മൾ ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. എത്ര കിലോമീറ്റർ ആയല്ലേ കാസിരംഗയുടെ പോർഷനിൽ കൂടെ നമ്മൾ പോരുന്നു. ആനിമൽ ക്രോസിംഗ് സോണിൽ കൂടെ ഒരു 50 കിലോമീറ്റർ ആയില്ലേ? ഒരു 50 കിലോമീറ്റർ ആയിട്ട് നമ്മൾ കാസിരംഗയിലെ ആനിമൽ ക്രോസിംഗ് സോണിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്ക് എത്ര വലുതാ. നാട്ടിലെ പോലെ മറ്റേ വെള്ളമുള്ള പാടം അല്ലേ, ഇതിവിടെ കുറവല്ലേ? മഴ പെയ്യുമ്പോൾ വെള്ളം കിടക്കുന്നല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കയറ്റി വിട്ടിരിക്കുന്ന പാടം ഇവിടെ കുറവല്ലേ? കരകൃഷി, നെൽകൃഷി ഇവിടെ കൂടുതൽ. മാനോ? ഒരു മിനിറ്റ്. അയ്യോ, ഇതിൻ്റെ അത് കാണാൻ പറ്റില്ല. 2x ഇട്ടാലും കാണാൻ പറ്റൂലെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് കണ്ടിട്ട് ഒന്ന് കാണാൻ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ ആനിമൽസിനെ കണ്ടു കേട്ടോ. കാട്ടുപോത്തിൻ്റെ ഒരുപാട് കൂട്ടം കണ്ടായിരുന്നു. അതുപോലെ മാന്, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാൻ. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ക്യാമറയിൽ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാകത്തില്ല. സൈഡിൽ ഫുള്ള് മരങ്ങളല്ലേ, അപ്പോൾ ദൂരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും കാണാനായിട്ടുണ്ടായിരുന്നു ഒരുപാട്. അപ്പം നമ്മൾ കാസിരംഗയിൽ അകത്ത് കയറുമ്പോൾ ഇഷ്ടംപോലെ ആനിമൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ദൂരത എന്താണ്ട് നിന്ന് മെയ്യുന്നാണ്ട് ഒത്തിരി ദൂരെയാ. ക്യാമറയിലൊന്നും കിട്ടാനേ പോകുന്നില്ല. എനിക്ക് തോന്നേ എലിഫന്റിനെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കും ഇവിടെ. കാട്ടാനെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഇന്ന് ആനയ്ക്ക് വരാൻ തോന്നിയില്ല. പിന്നെ അവരിപ്പോ ബൈനോക്കുലർ വെച്ചാ വന്നിരിക്കുന്നത്. വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. എന്തായാലും നമ്മൾ ആരെയും കണ്ടില്ല. ഇനി പോവാം. എന്തായാലും വഴിയിൽ ഇഷ്ടം പോലെ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയല്ലോ. മതി. അപ്പൊ കാണുമ്പോ ഒരു എക്സൈറ്റ്മെന്റ്. സൂര്യാസ്തമിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ദേ ഇവിടെ കറ്റ അടിക്കുന്നു. വഴിയുടെ സൈഡില് കണ്ടത്തില് കറ്റ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് കണ്ടപ്പോ നമ്മള് നിർത്തിയതാണ്. അതുപോലെ ദേ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് കറ്റ അടിച്ചിട്ട് കച്ചിയെല്ലാം കെട്ടി വെച്ചിരിക്കുന്നു. ചെറിയൊരു ലൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. സൺസെറ്റ് ആയി ഏകദേശം. കുറച്ചുകൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ കുറെ കൂടെ നല്ല ഭംഗിയായേനെ. ഇത് മറ്റേ ആ ഗോൾഡൻ കളറിൽ ഫുള്ള് കണ്ടേനെ. ഇപ്പോഴും ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ലൈറ്റ് കുറച്ച് കുറഞ്ഞു. അങ്ങനെ ആസാമിന്റെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ? ഇരുട്ടാവും. ഇനിയിപ്പോൾ മൊത്തം ഇരുട്ടാവും. വഴിയിൽ വണ്ടി ഒത്തിരി പോകുന്നുണ്ട്. NH-ന്റെ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമോന്ന് അറിയില്ല. ദേ ടോട്ടോയിൽ പാട്ടൊക്കെ വെച്ച് ആൾക്കാർ പണിയെല്ലാം കഴിഞ്ഞ് പോകുന്നതാണ്.
ഇത് നമ്മുടെ ജേണിയിലെ ഫസ്റ്റ് ടോൾ ഇരുട്ടി. ഇതേ 5 മണി. നന്നായിട്ട് ഇരുട്ടി. വഴിയിലൊക്കെ തിരക്ക്. പല വണ്ടി ഡീം ചെയ്ത് തരുന്നില്ല. ഡ്രൈവർക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി 3 മണിക്കൂർ കൂടെ ഉണ്ട്. ഇവിടെ ഡബിൾ ലൈൻ റോഡൊക്കെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഉടനെ ഡബിൾ ലൈൻ കിട്ടുമല്ലേ. ഗുവാഹട്ടി ടൗണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ല കളർ ഓട്ടോയ്ക്ക്. ഡിസ്പൂർ 2.8 കിലോമീറ്റേഴ്സ്. ആസാമിന്റെ ക്യാപിറ്റൽ. ആസാമിന്റെ ക്യാപിറ്റൽ ഡിസ്പൂർ അല്ലായിരുന്നു ആവേണ്ടിയിരുന്നത്, ഗുവാഹട്ടി ആയിരുന്നു. ഗുവാഹട്ടി ഒരു സെക്ടർ പോലെയാണ്. ഗുവാഹട്ടിക്കകത്തൊരു സ്ഥലമാണ് ഡിസ്പൂർ. അല്ലാതെ ഡിസ്പൂർ വേറെ വ്യത്യസ്തമായിട്ടൊരു സ്ഥലമല്ല. ഗുവാഹട്ടിന്ന് വ്യത്യസ്തമായിട്ടൊരു സ്ഥലമല്ല. എന്നാലും ഗുവാഹട്ടി എന്ന് കേൾക്കുമായിരുന്നെങ്കിൽ അങ്ങനെ വേണേ പറയായിരുന്നു. കാരണം ആ നോർത്ത് ഈസ്റ്റ് ആസാം എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് കേൾക്കുന്ന ഒരു പേര് ഗുവാഹട്ടി അല്ലേ. സ്കൂളിൽ മാത്രമല്ലേ ആസാം ഡിസ്പൂർ പഠിച്ചിട്ടുള്ളൂ. അല്ലാതെ ഡിസ്പൂറിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നേ ഇല്ലല്ലോ. അതുകൊണ്ട് ആസാം ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആസാം ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസ്പൂറിലായിരുന്നോ? വെൽക്കം ടു ഗുവാഹട്ടി. എയർപോർട്ടിന്റെ പുറത്ത് അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സമയം 11 മണിയായി. 10:50 ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു ഫ്ലൈറ്റ്. പക്ഷെ ഇപ്പോൾ 11 മണിയായി. രാവിലെ സ്റ്റാർട്ട് ചെയ്ത ജേണിയാ 6:30. ഇപ്പോൾ രാത്രി 11. ഇനി എത്ര സമയം വെയിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫ്ലൈറ്റ് ഡിലേ ആയി തോന്നുന്നു. നോക്കാം. ഞാൻ വീട് മുഴുവൻ എടുത്തിട്ടുണ്ടെന്ന് എന്റെ വ്ലോഗ്. പിന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നൊരു യാത്ര. വാ പോവാ. നമ്മൾ അവരായിട്ട് എയർപോർട്ടിൽ നിന്ന് ഗസ്റ്റ് ഹൗസിലെത്തി. ഇനിയിപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. കിടന്നുറങ്ങാൻ പോവാണ്. കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് കാമാഖ്യ ടെമ്പിളിൽ പോകണം. അവിടെ നിന്ന് മേഘാലയക്ക് പോകണം. സോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.